ഹലോ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് എ ബീക്കൺ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു ദീപം. ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് സീരിയസ് പ്രോബ്ലംസ്, മെനി പീപ്പിൾ ഹാവ് ഷോൺ ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സീഡ്. ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ധാരാളം ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിൽ വിജയിക്കാറുമുണ്ട്. This reminds us that every challenge can help us grow and teach us that by supporting each other, we can create a better world where everyone can do well. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ പ്രശ്നങ്ങളുണ്ടായെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ടായെങ്കിലും അത് നമുക്ക് വളരാനുള്ള ഒരു ചാൻസാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പരസ്പരം സഹായിച്ച്, മറ്റുള്ളവർ നമുക്ക് സഹായം ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നു. അങ്ങനെ പരസ്പര സഹകരണത്തോടെ നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ് ഓരോ പ്രശ്നങ്ങളും. അങ്ങനെ ലോകത്തെല്ലാവർക്കും നല്ല ഇത് വരുന്ന ഒരു ലോകം, അല്ലെങ്കിൽ എല്ലാവരും നല്ലതായിട്ടിരിക്കുന്ന ഒരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നേരിടുക. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ആദ്യം അവിടെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ശ്രീമതി ഉഷ ചോമർ റിസീവ്സ് പത്മശ്രീ ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്ക് ഇൻ 2020. 2020 രാഷ്ട്രപതിയായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്ന് ഉഷ ചോമർ പത്മശ്രീ വാങ്ങുന്ന ഒരു ഫോട്ടോയാണത്. അപ്പോൾ ഉഷ ചോമറിൻ്റെ ഒരു കോട്ടിങ് വലതുവശത്ത് വന്നിരിക്കുന്നു. ഐ വാണ്ട് എവറി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. That is how we will build a better society free of untouchability. ഉഷ ചോമർ പറയുന്നു, എല്ലാ സ്ത്രീകളും സ്വതന്ത്രരായി, അതുപോലെ ആദരവുള്ള നല്ല ജോലികൾ ചെയ്ത് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ നമുക്കൊരു നല്ല സൊസൈറ്റി കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഇല്ലാത്തൊരു ലോകമായിരിക്കണം അത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. In one birth, I have led 2 lives, 42-year-old Usha Chomo said proudly. She had made it to the list of Padma Shri awardees of 2020. Her determination to change her society had been given recognition. 42 വയസ്സുള്ള ഉഷ ചോമർ വളരെ അഭിമാനത്തോടെ, പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ പറയുകയാണ്, എൻ്റെ ഈ ഒരൊറ്റ ജന്മത്തിൽ ഞാൻ 2 ജീവിതങ്ങൾ ജീവിച്ചു. 2020 പത്മശ്രീ അവാർഡ് ജേതാക്കളുടെ ലിസ്റ്റിൽ ഉഷ ചോമറും ഉണ്ടായിരുന്നു. ഈ സമൂഹത്തെ മാറ്റിമറിക്കും, അവർ ജീവിച്ചിരുന്ന ആ ഒരു സമൂഹത്തെ മാറ്റിമറിക്കും എന്ന ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഉഷ ചോമർ എടുത്തിരുന്നത്. ആ ഒരു തീരുമാനത്തിനൊപ്പം അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 2020 അവർക്ക് പത്മശ്രീ പോലെ വളരെ വലിയൊരു ബഹുമതി കിട്ടിയത്. ഉഷ ചോമർ is the true superhero in every sense of the term. എല്ലാ അർത്ഥത്തിലും ഉഷ ചോമർ ഒരു സൂപ്പർ ഹീറോ ആണ്. I want to cleanse the society of the concept of untouchability. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചത് സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ എന്നൊരു ആശയം എടുത്തു കളയണം, അല്ലെങ്കിൽ ആ ഒരു മാലിന്യത്തെ എടുത്തു മാറ്റണം, അത് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് സമൂഹത്തിൽ പല ജാതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചില ജാതിയിലുള്ളവർ മറ്റുള്ളവരെ തൊടില്ല എന്നൊക്കെ പണ്ടൊരു അനാചാരങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതിനെയാണ് അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. ഉഷ ചോമർ ഒരു ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ ജോലി ചെയ്യുന്നവരെ സമൂഹത്തിൽ മറ്റുള്ളവർ തൊട്ടുകൂടാത്തവരായിട്ട്, അതായത് അവരുടെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. അതാണ് ഇവിടെ അൺടച്ചബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ സേസ് ഇറ്റ് വിത്ത് ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. അപ്പം സമൂഹത്തിൽ നിന്ന് ഇതിനെ തുടച്ചു മാറ്റണമെന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുത്തിരുന്നു. The former manual scavenger has become a beacon of inspiration for thousands of women in India. മാനുവൽ സ്കാവഞ്ചർ എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിയാണ്. അതായത് മനുഷ്യ വിസർജ്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്, ടോയ്ലറ്റ് മാലിന്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു പ്രക്രിയയാണത് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ പണ്ട് കാലങ്ങളിൽ അത് നിലനിന്നിരുന്നു.
The former manual scavenger has become a beacon of inspiration for thousands of women in India. അതായത് പണ്ട് തൊട്ടിപ്പണി ചെയ്തിരുന്ന ആ ഒരു മാനുവൽ സ്കാവഞ്ചറിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ത്രീകളും കൊതിക്കുന്ന ഒരു പദവിയിലേക്ക് ഉഷ ചോമോർ എത്തിച്ചേർന്നു. ഐ സ്റ്റാർട്ടഡ് ദ വർക്ക് ക്വൈറ്റ് ഏർലി അറ്റ് അറൌണ്ട് 7 years ഓഫ് ഏജ്. ഞാൻ എൻ്റെ ജോലി 7 വയസ്സിൽ ചെയ്തു തുടങ്ങി. ഉഷ റീകൗണ്ട്സ് ഹർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. റീകൗണ്ട്സ് എന്ന് ഓർത്തെടുക്കുകയാണ്. ഉഷ ഇവിടെ തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുക്കുകയാണ്. ബോൺ ഇൻ ടി വില്ലേജ് ഓഫ് ഭരത്പൂർ, രാജസ്ഥാൻ, ഉഷ ആൻഡ് ഹർ ക്ലാൻ വെയർ അൺടച്ചബിൾസ്. രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന വില്ലേജിലാണ് ഉഷ ജനിച്ചത്. അവിടെ ഉഷയും ഉഷയുടെ വംശത്തിലുള്ളവർ, ക്ലാൻ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു വംശം, അവരും അൺടച്ചബിൾസ് ആയിരുന്നു, തൊട്ടുകൂടാത്തവരായിരുന്നു. മറ്റുള്ളവർ അവരെ അടുപ്പിക്കാറില്ലായിരുന്നു. ഷി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവഞ്ചിങ് ബൈ ഹർ മദർ. ഉഷയെ ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിലേക്ക് എത്തിച്ചത് ഉഷയുടെ അമ്മ തന്നെയായിരുന്നു. അവരും അതേ ജോലിയാണ് ചെയ്തിരുന്നത്. The women in her family had ancestally engaged in the inhuman profession. ഉഷയുടെ ഫാമിലിയിലുള്ളവരെല്ലാം പരമ്പരാഗതമായിട്ട് ഈ തൊട്ടിപ്പണിയാണ് ചെയ്തു വന്നിരുന്നത്. They could not find a way out of it. അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ ഈ ജോലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ല. അപ്പോൾ പരമ്പരാഗതമായിട്ട് അവരിത് തന്നെ ചെയ്തു പോന്നു. Some of them might have aspired to break free at some fleeting moment. എന്ന് പറഞ്ഞാൽ കുറച്ച് നിമിഷത്തേക്ക്, അപ്പോൾ കുറച്ച് സമയത്തേക്ക് അതിൽ ചിലരെങ്കിലും ഈ ജോലിയിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. But the rural Indian society made sure to remind them of their position in the social hierarchy. സോഷ്യൽ hierarchy എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓർഡർ. അപ്പം അവർക്ക് പുറത്ത് കടക്കണമെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നിയില്ലെങ്കിലും റൂറൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഇന്ത്യൻ ജനത, ആ പ്രദേശത്തുള്ളവർ അതിൽ നിന്ന് ആ മാനുവൽ സ്കാവഞ്ചിങ് എന്ന പ്രൊഫഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അതായത് അതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ അതിലെ കുറച്ചു പേർക്കെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ച് അവർ പഠിച്ചു പോകുമ്പോഴാണ്. പക്ഷേ ഇത് 7 വയസ്സായപ്പോഴേ ഉഷ ചോമോർ ഈ ജോലിയിലെത്തി. അതുപോലെ മറ്റു കുട്ടികളും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ പിതാവിനെയും മാതാവിനെയും പിന്തുടർന്ന് ഈ ജോലിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തന്നെ തുടർന്നു പോന്നു. Usha's earliest memory of her mother was watching her wake up in the wee hours of the dawn. Dawn എന്ന് പറഞ്ഞാൽ early morning, പ്രഭാതം. wee hours എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ, അതായത് നേരം വെളുത്തു എന്നാൽ പുറത്ത് ഇരുട്ട് തന്നെയാണ്, അതായത് ഒരു 5 മണിയൊക്കെ ആകുന്ന ഒരു സമയം. Usha's earliest memory of her mother was വാച്ചിങ് ഹർ വേക്കപ്പ് ഇൻ ദി വി അവേഴ്സ് ഓഫ് ദി ഡോൺ. പുറത്തിരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ അവസരത്തിൽ തന്നെ അമ്മ നേരത്തെ എണീക്കുമായിരുന്നു. ഷീ വുഡ് ഗ്രാബ് ഹർ ബക്കറ്റ് ആൻഡ് ബ്രൂംസ് ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ദ വില്ലേജ് ടോയ്ലറ്റ്സ്. അമ്മ വളരെ നേരത്തെ എണീറ്റ് തൻ്റെ ബക്കറ്റും ചൂലുമൊക്കെ ആയിട്ട്, ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂലുമൊക്കെ ആയിട്ട് ഗ്രാമത്തിലെ ടോയ്ലറ്റുകളിലേക്ക് പോകും. അവിടെ നിന്നാണ് ഈ മാലിന്യം കോരി മാറ്റേണ്ടത്. By the age of 7, Usha was working with her mother as a manual scavenger. അപ്പോൾ 7 വയസ്സുള്ളപ്പോൾ മുതൽ ഉഷയും അമ്മയുടെ കൂടെ ഇങ്ങനെയുള്ള ജോലിക്ക് പോയി തുടങ്ങി. അതായത് ഈ ടോയ്ലറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിക്ക് പോയി തുടങ്ങി. ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വെയർ അറ്റ് സ്കൂൾ. പക്ഷെ ആ സമയത്ത് ഗ്രാമത്തിലെ മറ്റു പല കുട്ടികളും സ്കൂളിലായിരുന്നു. ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി 10 years old. 10 വയസ്സുള്ളപ്പോൾ ഉഷയുടെ കല്യാണവും കഴിഞ്ഞു. ഷി വാസ് സെൻഡ് ടു ഹർ ഹസ്ബൻഡ്സ് ഹോം വെൻ ഷി വാസ് ജസ്റ്റ് 14. 14 വയസ്സുള്ളപ്പോൾ ഉഷ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. ഹർ ഹസ്ബൻഡ് വാസ് എ സാനിറ്റേഷൻ വർക്ക് വിത്ത് ദി ലോക്കൽ മുനിസിപ്പാലിറ്റി. ഉഷയുടെ ഭർത്താവ് അവിടെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഉഷ കണ്ടിന്യൂഡ് ടു ഡു സ്കാവഞ്ചിങ് അക്കംപനീഡ് ബൈ ഹെയർ മദർ ഇൻ ലോ. അപ്പോൾ അക്കംപനീഡ് ബൈ ഹെർ എന്ന് പറഞ്ഞാൽ മദർ ഇൻ ലോയെ പിന്തുടർന്ന്, ഹസ്ബൻഡിന്റെ അമ്മയെ പിന്തുടർന്ന് ഉഷ അവിടെയും ഈ ജോലി തന്നെ തുടർന്നു, സ്കാവഞ്ചിങ് തന്നെ തുടർന്നു. ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫിൽത്ത് ഉഷ ഏൺഡ് a much daily wage of 10 to 20
റുപ്പീസ്. മറ്റുള്ളവരുടെ ഫിൽത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഈ വിസർജ്യങ്ങൾ, അവശിഷ്ടങ്ങൾ ഒക്കെ മാറ്റുന്നതിന് ഉഷ ഒരു ദിവസം 10 മുതൽ 20 രൂപ വരെ ശേഖരിച്ചിരുന്നു. They mostly ate leftover food given to them at the houses where they worked. അവര് കൂടുതൽ സമയവും കഴിച്ചിരുന്നത് മറ്റുള്ള വീടുകളിൽ അവരെവിടെയാണോ ജോലി ചെയ്യാൻ പോകുന്നത് ആ വീടുകളിൽ മിച്ചം വന്നിരുന്ന ഭക്ഷണമാണ്, ലെഫ്റ്റ് ഓവർ ഫുഡ്. അതായത് ആ വീട്ടിൽ വേണ്ടാതെ മിച്ചം വന്നിരുന്ന ഫുഡാണ് ഉഷയ്ക്കൊക്കെ നൽകിയിരുന്നത്. They did not earn enough even to buy new clothes. ഈ പൈസ കൊണ്ട് അവർക്ക് പുതിയ തുണിത്തരങ്ങളൊന്നും വാങ്ങാൻ കഴിയില്ല. They wore the worn out clothes they collected at the houses. ആ വീടുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിരുന്ന പഴകിയ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. The Solar International set up an NGO called Disha, which gave training in various skills to women like Usha. ആ സമയത്താണ് സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGO അസോസിയേഷൻ, ആ NGO അസോസിയേഷന്റെ പേര് ദിശ എന്നാണ്. അപ്പം അവര് സ്ത്രീകൾക്ക് പല ജോലികളിൽ ട്രെയിനിങ് നൽകാൻ തുടങ്ങി. Soon they were engaged in such work like stitching bags, making lamps and preparing jam, pickles and puppet. അപ്പോൾ ആ സ്ത്രീകൾക്ക് ജോലിയിൽ ട്രെയിനിങ് നൽകിയിരുന്നത് ജാമും അതുപോലെ പപ്പട നിർമ്മാണം, പപ്പട നിർമ്മാണം, ബാഗുകൾ തയ്ക്കുക, ലാമ്പ്, മെഴുകുതിരികളൊക്കെ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള ജോലികളിലൊക്കെയാണ് ഈ NGO അസോസിയേഷൻ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അപ്പോൾ ഉഷയും അതിനകത്ത് ജോയിൻ ചെയ്തു. The NGO took Usha and some other women for a visit to Delhi. അങ്ങനെ ഈ ട്രെയിനിങ് ഒക്കെ പൂർത്തിയായപ്പോൾ ഉഷയെയും മറ്റു ചില സ്ത്രീകളെയും അവര് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഉഷ റീകോൾഡ് ദ എക്സ്പീരിയൻസ് വിത്ത് ഡിലൈറ്റ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഉഷ ആ എക്സ്പീരിയൻസിനെ, ഡൽഹിക്ക് പോയ എക്സ്പീരിയൻസിനെ വളരെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് മൈ വില്ലേജ്. സ്റ്റെപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. ഞാൻ ആദ്യമായിട്ട് അന്നാണ് എൻ്റെ ഗ്രാമത്തിന്റെ പുറത്തേക്ക് പോയത്. ഓൾ ഓഫ് us were ecstatic to travel like any other citizen. Ecstatic means അവർ വളരെ ഹാപ്പി ആയിരുന്നു, എക്സ്ട്രീം ഹാപ്പിനെസ്. മറ്റുള്ള സാധാരണ പൗരന്മാരെ പോലെ, ഇന്ത്യയിലെ പൗരന്മാരെ പോലെ ഇവർക്കും സഞ്ചരിക്കാനൊക്കെ സാധിച്ചു. അത് വളരെ വലിയ ഒരു സന്തോഷമായിരുന്നു ഉഷയ്ക്ക്. സ്റ്റേ ഇൻ ഹോട്ടൽസ് ആൻഡ് ഈറ്റ് ഫാൻസി ഫുഡ്. അവര് ഡൽഹിയിൽ പോയപ്പം ഹോട്ടലിലാണ് താമസിച്ചത്. അതുപോലെ പലതരത്തിലുള്ള രസകരമായ ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. Upon her return from Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. തിരിച്ച് ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഉഷ സ്റ്റാർട്ടഡ് കൺവിൻസിങ്, അതായത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, കൺവിൻസ് ചെയ്യിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. അതായത് ഈ മാനുവൽ സ്കാവഞ്ചിങ്, ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് തൻ്റെ മദറിൻലോയെയും മറ്റു സ്ത്രീകളെയും ഉഷ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതായത് മറ്റു ജോലികൾ ചെയ്യാം, ലാമ്പ് മേക്കിങ്, അതുപോലെ ബാഗ് സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാമല്ലോ. അപ്പം അവരുടെ ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് ഉഷ ആവശ്യപ്പെട്ടു. ബട്ട് ഷീ സൂൺ ഫൗണ്ട് ദാറ്റ് ഇഫ് വൺ വുമൺ ലെഫ്റ്റ് ദ ജോബ് അതേഴ്സ് വുഡ് ജോയിൻ ഇറ്റ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു സ്ത്രീ ഈ ജോലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥാനത്തേക്ക് ആ ഗ്രാമത്തിലെ മറ്റൊരു സ്ത്രീ കടന്നു വരും. The root cause of the problem was the lack of proper sanitation in the village. The root cause of problem, അതായത് ഈ പ്രശ്നത്തിന്റെ ശരിയായ കാരണം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൽ നല്ല രീതിയിൽ സാനിറ്റേഷൻ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. പ്രോപ്പർ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ ശുചീകരണം ആ ഗ്രാമത്തിൽ നടക്കുന്നില്ല. The primitive toilet in homes needed manual scavenging and no privileged person was willing to do that by themselves. പ്രിമിറ്റീവ് ടോയ്ലറ്റ്സ്. ദ പ്രിമിറ്റീവ് ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തുണ്ടായിരുന്ന ടോയ്ലറ്റുകൾ, നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ളതല്ല, ആദ്യകാലത്തുണ്ടായിരുന്ന ടോയ്ലറ്റുകൾ. പ്രിമിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാകൃതമായ, ഇവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു ടോയ്ലറ്റ്സ്. Homes needed manual scavenging and no privileged person was willing to do that by themselves. Privileged എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ പദവി, പ്രത്യേകമായ ആദരവ്, പ്രത്യേക വിശേഷാധികാരം, ഇതൊക്കെയാണ് പ്രിവിലേജ്ഡിന്റെ അർത്ഥം. അതായത്
ആ ഗ്രാമത്തിൽ പ്രാകൃതമായ പഴയ രീതിയിലുള്ള ടോയ്ലറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഇങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം അതിനകത്ത് മാലിന്യം വന്ന് നിറയുമ്പോൾ ഇങ്ങനെയുള്ള മാനുവൽ സ്കാവഞ്ചേഴ്സ് അത് ക്ലീൻ ചെയ്യേണ്ടതായി വരും. എന്നാൽ അത് ഉപയോഗിക്കുന്ന ആ വീട്ടുകാർ, അവർക്ക് എന്തെങ്കിലും ഒരു പൊസിഷനൊക്കെ ഉള്ളവരായിരിക്കും. അവർ സ്വന്തം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഒരിക്കലും ഒരുക്കമല്ല. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ജോലികൾക്കായിട്ട് ഈ സ്ത്രീകൾ നിർബന്ധിതരാകുന്നത്. But when Sulabh International began to construct toilets in the village, that too changed. പതിയെ ഈ NGO അസോസിയേഷൻ സുലഭ് ഇന്റർനാഷണൽ അവിടെ ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ നടക്കും, അല്ലാതെ മാനുവൽ സ്കാവഞ്ചിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. The need for manual scavenging was eliminated. Eliminated എന്ന് പറഞ്ഞാൽ ഇല്ലാതായി, നീക്കമായി. അതായത് ആ ഒരു സാധാരണ രീതിയിലുള്ള സ്ത്രീകൾ ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ, ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഉഷ വാസ് സൂൺ അപ്പോയിന്റഡ് ദ പ്രസിഡന്റ് ഓഫ് ദ ട്രെയിനിങ് സെന്റർ. ഉടനെ തന്നെ ഉഷ ആ ട്രെയിനിങ് സെന്ററിന്റെ പ്രസിഡന്റായി. ഷീ നൗ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് വിമൻ അണ്ടർ ഹർ ഗൈഡൻസ്. ഇപ്പോൾ നൂറുകണക്കിന് സ്ത്രീകൾ അവരുടെ കീഴിൽ ഈ ദിശയിൽ വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. ഉഷ വിസിറ്റഡ് ദ USA and many countries in Europe and Africa as a part of Sulabh team. പതുക്കെ ഉഷ USA-യും യൂറോപ്പിലെ പല രാജ്യങ്ങളും അതുപോലെ ആഫ്രിക്കയും ഒക്കെ ഈ സുലഭ് ഇന്റർനാഷണൽ ടീമിന്റെ കൂട്ടത്തിൽ വിസിറ്റ് ചെയ്തു. ഷീ സ്പോക്ക് അബൌട്ട് ഹർ എക്സ്പീരിയൻസ് അറ്റ് ദി ഗ്യാതറിങ്സ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾ. അതായത് ഈ പോകുന്ന സ്ഥലത്തൊക്കെ കൂട്ടായ്മകൾ ഉണ്ടാവും, അവിടെയൊക്കെ ഉഷ തന്റെ എക്സ്പീരിയൻസ് അവരോട് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. She has been received several times by the Prime Minister of India as a distinguished guest. അപ്പോൾ ഇന്ത്യയിൽ പലതവണ ഉഷയെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ഒരു പ്രധാനപ്പെട്ട അതിഥിയായി സ്വീകരിക്കുകയുണ്ടായി. The prestigious Padma Shri is the latest and perhaps the greatest honor she has received. പ്രസ്റ്റീജിയസ്, അഭിമാനകരമായ പത്മശ്രീയാണ് ഉഷയ്ക്ക് ഏറ്റവും ഒടുവിലായും അതുപോലെ ഏറ്റവും വലിയ ബഹുമതിയായും ലഭിച്ചത്. പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഓണർ ഷി ഹാസ് റിസീവ്ഡ്. അവിടെ എച്ച് സൈലന്റ് ആണ്, അവക്കിൽ ഓണർ എന്നാണ് വായിക്കുക. ഉഷാസ് ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രോംപ്റ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് വിമൻ ടു ഗിവ് അപ്പ് മാനുവൽ സ്കാവഞ്ചിങ്. അങ്ങനെ ഉഷയുടെ ഈ എക്സ്പീരിയൻസിലൂടെ ഒരുപാട് സ്ത്രീകൾ, നൂറുകണക്കിന് സ്ത്രീകൾ മാനുവൽ സ്കാവഞ്ചിങ് എന്ന ആ ജോലി ഉപേക്ഷിച്ചു. ഐ വാണ്ട് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ് എൻറ്റയർലി ഫ്രം അവർ സോഷ്യൽ ഫാബ്രിക്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാനുവൽ സ്കാവഞ്ചിങ് എന്ന ആ ഒരു ജോലി പൂർണ്ണമായും ഇറാഡിക്കേറ്റ് ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഉഷ പറഞ്ഞത്. ഐ വാണ്ട് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ് എൻറ്റയർലി എന്ന് പറഞ്ഞാൽ മുഴുവനായും, ഫ്രം അവർ സോഷ്യൽ ഫാബ്രിക് ഡിക്ലെയേഴ്സ് ഉഷ. ഡിക്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. Women are not meant for staying at home, cleaning dirt and taking care of children. I want every woman to be independent through dignified jobs. ഉഷ ഇതുകൂടി പറഞ്ഞു, സ്ത്രീകൾ എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരിക്കാനും വീട്ടിലെ അഴുക്കും പൊടിയും ഒക്കെ തൂക്കാനും അതുപോലെ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കാനുമുള്ളവരല്ല. പകരം ബഹുമാനം അർഹിക്കുന്ന അല്ലെങ്കിൽ നല്ല ജോലികളിലൂടെ, ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ആദരവൊക്കെയുള്ള ജോലികളിലൂടെ അവര് ഇൻഡിപെൻഡന്റ് ആവണം, സ്വതന്ത്രമാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അങ്ങനെ നമുക്കൊരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ, അവിടെ അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ ഇല്ലാതെ ആകൂ എന്നാണ് ഉഷ പറഞ്ഞത്. അതായത് സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി നല്ല നല്ല ജോലികൾ ചെയ്ത് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കണമെന്നാണ് ഉഷ ചാമോർ പ്രഖ്യാപിക്കുന്നത്.